നമുക്ക് ഒരു ദിവസം ബോയ് ആവാൻ അവസരം കിട്ടിയ എന്തൊക്കെ ചെയ്യാം? ബോയ്യാ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്ന് വെച്ചാല് പിന്നെ ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു 18 വയസ്സിൽ കഴിയുമ്പോൾ തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടി. അവർ വീട്ടില് സാധാരണ ഞാൻ 199% വീഡിയോസും കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫ്രീഡം കിട്ടും, അവരങ്ങനെ എൻജോയ് ചെയ്യും, ഇങ്ങനെ എൻജോയ് ചെയ്യുന്നൊക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മറുപടി കിട്ടിയത് ഇതാണ് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇതിൽ വേറൊരു സംഭവം പാടുണ്ട്. മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അവരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. എന്തായാലും ബാക്കി പാടെ നമുക്കൊന്ന് കേട്ടോക്കാം. അവരനുഭവിക്കുന്ന കുറേ യാതനകൾ ഞാൻ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കണ്ടതാ. അപ്പോൾ അവര് കുറേ സംഭവങ്ങളുണ്ട്. ഒരു പെണ്ണാവുമ്പം ഒരു സമയം പഠിച്ചു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിപ്പിച്ച് ആ ബാധ്യത വരെ ചിലപ്പോൾ സിസ്റ്റേഴ്സിന്റെ ബാധ്യതയും പാരൻസിന്റെ ബാധ്യതയും ആ മക്കളായിരിക്കും. ഫീലിങ്സും അങ്ങനത്തെ ഒരു ടെൻഷൻസും എന്നെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല. ഇതിന്റെ ഇതുണ്ടല്ലോ, അവര് അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ അവര് എന്താ പറയാ, ഒരാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചത് താങ്ങിയിട്ട് പോകുന്ന കാണുമുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്ക്. പല തവണ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പൊ അവര് ശരിക്കും എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പേജ് ഫോളോ ഉണ്ടോ? പക്ഷെ ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞല്ലോ, സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഇത് ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ദൈവം എന്നും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹം. കാരണം ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മറുപടി കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും ആരിൽ നിന്നും കേൾക്കില്ല. ഇനിയിപ്പോൾ എന്തെന്നെ ചെയ്തു കൊടുത്താലും കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ്റെ ആഗ്രഹങ്ങൾ വരെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങൾ വരെ വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും ചില മക്കളൊക്കെ, ചില ആൺമക്കളൊക്കെ കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്തു കൊടുക്കുന്നത്. അവസാനം അവൻ്റെ ആഗ്രഹമൊട്ടും നടക്കില്ല. എന്നാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ അത് മാറ്റി വെച്ചത് അവരൊട്ട് അതിനുള്ള പൂർണ്ണ ക്രെഡിറ്റ് തരാതിരിക്കുമ്പോൾ ഒരു അവസ്ഥ ഉണ്ട്. അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ വേദന എത്ര മാത്രം ഉണ്ടെന്ന്. എന്തായാലും ഒരാളെങ്കിലും പറയാണ്ടതിൽ വളരെ സന്തോഷം കേട്ടതിൽ.